കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീളുകയാണ്, പോവുകയാണ്. ഏതാണ്ട് ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു, സ്ഥാനാർത്ഥി നിർണയമൊക്കെ ആയിക്കഴിഞ്ഞു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി നമുക്കിപ്പം നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, ഈ നിരവധി വാർത്തകൾ നമുക്കുണ്ട്. നമ്മൾ രാവിലെ അരമണിക്കൂർ തദ്ദേശ വാർത്തകൾ പങ്കുവച്ചതാണ്. ഇനിയും നിരവധി വാർത്തകളുണ്ട്. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും അടക്കം കോഴിക്കോടെയും അടക്കം നിരവധി വാർത്തകളുണ്ട്. ഒപ്പം ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ പൂർത്തിയായപ്പോൾ ഇടത് വലത് മുന്നണികൾക്കുള്ളിൽ അവർ പരസ്പരം മത്സരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയ ഒരു വാർത്തയാണ് CPI-യും CPM-ഉം പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ പത്തനംതിട്ട എഴുമറ്റൂരിൽ കേരള കോൺഗ്രസ് എമ്മും LDF-ന് 2 സ്ഥാനാർത്ഥിയുണ്ട്, കേരള കോൺഗ്രസ് എമ്മിനും CPM-നും സ്ഥാനാർത്ഥിയുണ്ട്. അങ്ങനെ അവർ തമ്മിൽ മത്സരിക്കുന്നു. UDF-ൽ ലീഗുമായി പ്രശ്നങ്ങൾ നടക്കുന്നു. അങ്ങനെയുണ്ട്. NDA-യിലേക്ക് വന്നാൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതിന് പിന്നാലെ പല പ്രമുഖരും NDA-യിലേക്ക് ചേരുന്നു, സ്ഥാനാർത്ഥിയാവുന്നു. വലിയൊരു ഒഴുക്ക് NDA-യിലേക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വാർത്തകൾ വിശദമായി തന്നെ നോക്കാം അല്ലേ? നിഖിൽ വിശദീകരിക്കും. ശരി നിഖിൽ. അപ്പോൾ നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി എത്തുന്ന തദ്ദേശകത്തിലേക്ക് സ്വാഗതം. നാടും നഗരവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹളത്തിലാണ്. പക്ഷേ കോഴിക്കോട് ഫറൂഖിലുള്ള നാണു അച്ചച്ചനും ലക്ഷ്മിയേട്ടത്തെയും ഈ ചിത്രത്തിലേ ഇല്ല. ക്ഷേമ പെൻഷൻ മാത്രമാണ് ഇവരുടെ വരുമാനം. അതുകൊണ്ട് വേണം ഒരു മാസം വട്ടം എത്തിക്കാൻ. സർക്കാർ സഹായം പോലും നിഷേധിക്കപ്പെട്ട വേദനയാണ് 2 പേർക്കും പങ്കുവെക്കാനുള്ളത്. കോഴിക്കോട് നിന്ന് അനഘ ഹാഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാടും നഗരവുമൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. വീട് വീടാന്തരം കയറിയുള്ള പ്രചരണവുമൊക്കെയായി വിവിധ മുന്നണികൾ സജീവമായി പൊതുസമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫറൂഖിലാണ്. ഫറൂഖിൽ എനിക്കൊപ്പമുള്ളത് നാണു അച്ചച്ചനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മിയെടുത്തിയുമാണ്. ഇവർക്ക് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാറുണ്ട്. ഇവരനുഭവിക്കുന്ന പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഇവർക്ക് പറയാനുള്ളത്. അച്ചച്ച, ഇതുവരെ ഏതെങ്കിലും സർക്കാരിന്റെ സഹായം നിങ്ങൾക്ക് ലഭിച്ചിരുന്നോ? അത് ഒരു കിറ്റ് തന്നു പഞ്ചായത്തിൽ നിന്ന്. അത് മാത്രം? വേറെ ഇപ്പോൾ ഇല്ല, 3 മാസത്തായി കട്ടാക്കി ഉണ്ടാവും. വേറെ എന്തെങ്കിലും നിങ്ങൾ അപേക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നോ? ചെയ്തിട്ടൊന്നുമില്ല. കരണ്ട് അടക്കം വരെ ബാവ എഴുതി കൊടുത്തിട്ട് കിട്ടിയില്ല. അങ്ങനൊക്കെ ആയിട്ട് ഒക്കെ നമ്മൾ അധ്വാനിച്ച് പൈസ കൊണ്ട് ഉണ്ടാക്കുകയാണ്. കൂടി ഞങ്ങൾക്ക് കിട്ടിയില്ല. മോഡിയുടെ പൈസക്ക് ധനസഹായത്തിൻ്റെ ഒരു പൈസ ഉണ്ടായിന്, മാസം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എഴുതി കൊടുത്ത്. അന്ന് എൻ്റെ മൂപ്പര് സുഖമില്ലാതെ ആസ്പത്രിയിൽ വന്നതാ, ബീച്ച് ആസ്പത്രിയിൽ. കാലിന് രക്തം പെട്ടെന്ന് കുറഞ്ഞു പോയി. അങ്ങനെ ആസ്പത്രിയിൽ അഡ്മിറ്റ് കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞ് പാവല്ല എല്ലാവരും എഴുതി കൊടുക്കണ്ട, അപ്പോൾ മേശിൻ്റെ നാണേട്ടനൊരു പെൻഷൻ എഴുതി കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഈ സുരേഷ് എന്ന് പറയുന്ന കൊണ്ട് അപ്പോൾ എഴുതി കൊടുത്താൽ ഓൻ തന്നെ എഴുതി കൊടുത്ത് പാസ്സായി കഴിഞ്ഞാൽ പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവർ വിവരം അറിഞ്ഞു. CPM-ൻ്റെ ആൾ ഞങ്ങളെ പൈസ പാസ്സായിട്ടാന്ന് വെച്ച്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ, സഹായമല്ലേ, മോഡിൻ്റെ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടുമല്ലോ വെച്ച് ഞങ്ങൾ ആയിക്കോട്ടെ അറിയാം. ഒരു 6 മാസമായിട്ടും പൈസ കിട്ടണില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു ഇതെന്താ പൈസ കിട്ടാത്തതെന്ന്. അപ്പോൾ ഒരു പറഞ്ഞ് എടുത്ത വയ്ക്ക് മോഡിക്ക് കൊടുക്കാനുള്ള ഫണ്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന്. വേറെ എന്തെങ്കിലും സഹായങ്ങൾ എഴുതി കൊടുത്തില്ലേ? ഇല്ലാത്തോണ്ടല്ല കിട്ടാത്തത്. നിങ്ങൾ വീട് റിപ്പയറിനൊക്കെ എഴുതി കൊടുത്തിരുന്നോ? എഴുതി കൊടുത്തിട്ട് അതാ പറഞ്ഞപ്പോ 2 കൊല്ലായി. ഇനി എപ്പോഴും കിട്ടുന്ന ആർക്കറിയാ. 2 ഞങ്ങൾ എഴുതി കൊടുത്തിട്ട് പഞ്ചായത്തിൽ നിന്ന് അവർ വന്ന് നോക്കിയിട്ട് അറിഞ്ഞ് ഇതാണ് പൊളിച്ചാളിന്നിട്ട് നമുക്ക് വാർപ്പിൻ്റെ വീടുണ്ടാക്കാം. അതിനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. ഓര് തരുന്ന പൈസ കൊണ്ട് ഇത് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് പൊളിച്ചിട്ട് അങ്ങനെ കിടക്കും. ഇവിടെ കണ്ടിടത്തോളം അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നികത്താൻ പറ്റുന്ന ആളുടെ ചെയ്യാൻ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഓര് അറിഞ്ഞ് നിങ്ങൾ റിപ്പയറിന് എഴുതിയാണ്. ഞങ്ങൾ റിപ്പയറിന് എഴുതി വിട്ടു. അതിൻ്റെ ആട്ടം കണക്കില്ല. പിന്നാണ് ഞാൻ സിവിലിൽ പോയത്. സിവിലിൽ പോയി കളക്ടർക്കായിട്ട് ബന്ധപ്പെട്ടാകെ കൊടുത്തത്. ഇനി എന്താണ് ഏതാണെന്നൊക്കെ ആർക്കറിയാം. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ചടച്ചു പോവുകയാണ്. വേണ്ട, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കാൻ നല്ലത്. അതിനാരും ചോദിക്കില്ലല്ലോ. അതൊക്കെയാണ്. അച്ഛന് എങ്ങനെ നിലവിൽ പണിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. എങ്ങനെയാ ജീവിതം മുന്നോട്ട് എങ്ങനെയാ പോകുന്നത്? ജീവിതം പറഞ്ഞു തന്നെയാണ് ബാബ. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ പൈസ കൊണ്ട് നമ്മൾ സംഗതി നടക്കണം. പെൻഷൻ കൊണ്ട് അതിലപ്പുറം കളിക്കാൻ കഴിയൂല. അപ്പോൾ അങ്ങനെ പോണ്, നീതി മട്ടത്തിൽ അങ്ങനെ പോണ്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കച്ചവടം. പിന്നെ എൻ്റെ രാഷ്ട്രീയം ബാവ്
രാഷ്ട്രീയത്തോട് എന്തെങ്കിലും ഒരു കാര്യം വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് കുഴപ്പമില്ല എന്നുള്ളതൊക്കെ. ഇത് എന്ത് രാഷ്ട്രീയമാണ്, എവിടുത്തെ രാഷ്ട്രീയമാണ്? ഞങ്ങൾക്ക് വേണ്ട, ആ ഒഴിവാക്കി കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളതൊക്കെ ഒഴിവാക്കി ഉണ്ടായിരിക്കണം. നമുക്ക് കിട്ടുന്നതനുസരിച്ച് ജീവിച്ചാൽ മതി. അല്ലാപ്പം എന്ത് ചെയ്യണ്? ആ ഇപ്പൊ വലിയ ഇപ്പൊ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടിക്കാർ ആരായാലും നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചൊക്കെ വരുമല്ലോ, അവരോട് എന്താ പറയാറ്? അവരോട് പറയാൻ നമ്മൾ എന്താ പറയാ, അവരോട് പറയും വോട്ട് അങ്ങനെ ചെയ്യണേ, ആ ചെയ്തോളാം അറിയല്ല. അപ്പം എന്ത് അറിയണ്? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യം പറഞ്ഞൂടെ, ഞങ്ങൾ ഇങ്ങനെ വീട് റിപ്പയറിന് എഴുതി കൊടുത്തു കിട്ടിയില്ല? ഞങ്ങൾ വോട്ടിന് വന്നാണ് അറിയും. ഇതൊക്കെ അവൾ പഠിച്ചാടാവ അതല്ല പറയുന്നത്. ആ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഡൽഹി തിരുവനന്തപുരം ഇവിടൊക്കെ നന്നാക്കി അടിച്ച് വീശീന് വിടുന്നു. കാരണം ഒരു ബസ് ഇവിടുന്ന് പോകണമെന്നുണ്ട് ബാബ 36,000 കുട്ടികളും കൊടുക്കണം. ഇതൊക്കെ കൊടുത്തിട്ട് പോവുകയാണ്. ഇങ്ങനെ എന്ത് ചെയ്യണ്? ഒരു മണം കൊണല്ല. ഇനി അങ്ങനെ കട്ടക്കട്ട വിചാരിച്ച് പിന്നെ ഇനിയിപ്പോൾ അവന് മെല്ലെ രാജിച്ച് കിടക്കണേ. ഇനി വണ്ടി റെയിലും കൂടിയേ പോവില്ല, നെൽത്തൂടി പോകേണ്ടി വരും. എന്നാലും നിങ്ങൾ രണ്ടാളും നല്ല ഹാപ്പിയാണല്ലേ? ആ ബാബൽ അതെന്താ ചെയ്യേ? പഞ്ചായത്തിന്റെ ഒരു സാധനം വേണ്ട. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പല ഘട്ടത്തിൽ പഞ്ചായത്തിനോടും ഒക്കെ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും ഈ വീട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആരായാലും ഇനി ജയിച്ചു വരുന്ന ഏത് ജനപ്രതിനിധികളായാലും ഇവരെ പോലുള്ളവരെ ചേർത്ത് പിടിക്കുന്ന, ഇവർക്ക് കൂടി തണലാകുന്നവരാകണം എന്നും ഒറ്റ കാര്യം മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ. ക്യാമറമാൻ പ്രശോഭിനൊപ്പം അനഘ ഹർഷൻ, ജനം.